Welcome to Micro Health Talks, where we bring you insightful discussion on all things health and wellness. There are certain days when the sky is still the same, but we feel different. There are days when we feel the laughters are borrowed. There are days when we feel the motivations are missed. What are these signs and symptoms leading to? We call it fatigue, we call it off, we call it tiredness. But what these really are? At the end of the day, mind matters. Joining with us today is Dr. Anis Ali, consultant neuropsychiatrist, director of Manashanti Hospital, Kerala, and also visiting consultant in all around UAE and Qatar. Doctor, welcome. Welcome to Micro Health Talk. Welcome. We are so glad to have you on board. Doctor, to start with, shall we begin with a question that everybody has? What is the difference between a psychiatrist and a psychologist? Definitely. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതെ. പലവർക്കും അറിയില്ല ഈ ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മനഃശാസ്ത്ര ചികിത്സകൻ എന്ന് പറയും. സോ ദേ ഡീൽസ് വിത്ത് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, മീൻസ് നോട്ട് ഡിസോർഡേഴ്സ്. ലൈക്ക് ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് ഉള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ ചില അഡ്ജസ്റ്റ്മെൻ്റൽ പ്രോബ്ലംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പറയാൻ അവരതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരും. പക്ഷേ സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു മെഡിക്കൽ ഡോക്ടേഴ്സാണ്. മെഡിക്കൽ ഡോക്ടർ ആയതുകൊണ്ട് അവർ MBBS കഴിഞ്ഞ് MD കഴിഞ്ഞിട്ടാണ് ഈ സൈക്യാട്രിസ്റ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങളൊരു മെൻ്റൽ ഡിസോർഡർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ആ ഡിസോർഡർ ലെവലിൽ വരുമ്പോൾ ഞങ്ങളുടെ മൈൻഡ് എപ്പോഴും പോവുക അതിൻ്റെ ഹ്യൂമൻ അനാറ്റമി, ഹ്യൂമൻ ഫിസിയോളജി, ഈ ന്യൂറോ അനാറ്റമി, ഇതിലേക്കാണ് പോവുക. അപ്പോൾ ബ്രെയിനിൽ നിങ്ങൾക്കൊരു ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിഷാദം ഉണ്ടാകുമ്പോൾ വാട്ട്സ് ഹാപ്പനിങ് ഇൻ യുവർ ബ്രെയിൻ എന്നുള്ളതാണ് എൻ്റെ പിക്ചറൈസേഷൻ വരെ ഞാൻ വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മെഡിസിൻ തരികയും അതോടനുസരിച്ച് നെസസറി ആയിട്ടുള്ള കൗൺസിലിംഗ് എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. അതർവൈസ് ഇതിന് കൂടുതലും കൗൺസിലിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ ഞങ്ങൾ സ്ഥാപനത്തിൽ തന്നെ ചിലപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് റെഫർ ചെയ്യും. അതർവൈസ് ഔട്ട്സൈഡ് ഏതാണെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്ക് റെഫർ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ശരിക്കൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് ഫാർമക്കോതെറാപ്പി പ്ലസ് സൈക്കോതെറാപ്പി അത് വേണം എന്നാണ് പറയുക. ദാറ്റ് മീൻസ് മെഡിസിൻ പ്ലസ് എസെൻഷ്യൽ കൗൺസിലിംഗ് അത് ഫുൾ ഉണ്ടെങ്കിലാണ് അതൊരു കംപ്ലീഷൻ ആവുക. നമുക്ക് മെന്റൽ ഹെൽത്തിലേക്ക് അക്കോർഡിംഗ് ടു ദ വേൾഡ് റിവ്യൂ റെക്കോർഡ്സ് പറയുന്നത് 1 among 8 people are suffering with mental illness എന്നാണ്. സോ ഹൗ ഡു ഡിഫൈൻ ദിസ് മെന്റൽ ഇൽനെസ്, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ബിഗിനിങ് സ്റ്റേജ് മെന്റൽ ഇൽനെസ്സിനെ ലൈക്ക് ഹൗ ഡു ഡിഫൈൻ, വാട്ട് ഇസ് ഇറ്റ് ആക്ച്വലി? ഡെഫിനറ്റ്ലി ഇപ്പോൾ നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് 4th പൊസിഷനിലാണ് നമ്മളുടെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വിഷാദം കിടക്കുന്നത്. ഇത് 2030 ആകുമ്പോൾ 1ാമത്തെ പൊസിഷനിലേക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ യു കെൻ ഇമാജിൻ എത്രത്തോളം അതിൻ്റെ ഗ്രോത്ത് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ വേൾഡ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അത്രയധികം മാനസിക പ്രശ്നങ്ങൾ ഒരു സൈഡിൽ കൂടുന്നുണ്ടെന്ന് അർത്ഥം. ഡെഫിനറ്റ്ലി ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ വളരെ ഭയങ്കര മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് നല്ല അഡ്വാൻറ്റേജസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ ഈവൻ ലാബ്സ് വരെ പല റിസൾട്ട്സും പണ്ടൊക്കെ നിങ്ങൾ പ്രിന്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ മെസ്സേജ് കിട്ടുകയാണ്. അവർക്ക് കിട്ടേണ്ട കൺസൾട്ടന്റിന് കിട്ടി, റിപ്പോർട്ട് കൊടുത്തു, സബ്മിറ്റ് ചെയ്തു, എല്ലാ സൗകര്യങ്ങളും. പക്ഷെ അതൊക്കെ പോസിറ്റീവ്സ്. അതിൻ്റെ നെഗറ്റീവ്സ് ആണ് ഞങ്ങൾ കൂടുതലും കാണുന്നത്. കാരണം ഞങ്ങളുടെ അടുത്ത് എപ്പോഴും ഒരു പ്രോബ്ലം ആയിട്ടാണ് ആളുകൾ വരുന്നത്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമുക്ക് ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഏതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കണം. വേൾഡ് ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയി പോകുമ്പോൾ ഇപ്പോൾ ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഡെവലപ്ഡ് അല്ല, ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ അവിടെ വരുന്ന കുറേ പ്രശ്നങ്ങൾ, അപ്പോൾ അവിടെ ലഹരികളൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ കൂടിയതായിട്ട് നമുക്കറിയാം, ന്യൂസിലൊക്കെ കേൾക്കാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചോളുന്നില്ല. പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ, എങ്ങനെ ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഇപ്പോൾ വളരെയധികം പ്രശ്നങ്ങളും സ്ട്രെസ്സും ആയിട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇതെങ്ങനെ അറിയും എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. നമ്മളെ ലൈഫിൽ വളരെ ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് അയാൾക്ക് സം ഡിസ്കംഫർട്ട് എന്തെങ്കിലും തരത്തിൽ, ഇപ്പം നിങ്ങൾ ജോലിയിൽ വളരെ ആക്റ്റീവാണ്, ഇവിടെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളെ മുതിർമാർ, അതായത് നിങ്ങളെ ഒഫീഷ്യൽസ്, നിങ്ങളെ മുതിർന്ന HODമാരൊക്കെ നിങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ചില വർക്കും കാര്യങ്ങളൊക്കെ. ആ പെർഫെക്ഷൻ
ഇപ്പോൾ കുറച്ച് നാളായിട്ട് എവിടേക്കോ ചില എറേഴ്സ് പറ്റുന്നു, ഫ്രീക്വൻറ്റ് മിസ്റ്റേക്സ് പറ്റുന്നു. അതിലൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വാണിംഗ് കിട്ടിയിട്ടും അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്കത് ക്യാപ്പബിൾ ആയിട്ടുള്ള ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളൊരു ഹയർ ഒഫീഷ്യൽ ആണെങ്കിൽ എനിക്കറിയാം ഇയാൾക്ക് അതിനേക്കുള്ള കപ്പാസിറ്റി ഉണ്ടെന്നും ചെയ്യാൻ പറ്റുന്നു. ബട്ട് സംതിങ് റോങ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുക ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന കൊളീഗ്സിന് അല്ലെങ്കിൽ നിങ്ങൾ പാരൻസ്, ഇത്രയും അടുത്ത ആളുകളായിട്ടായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ്. ആ വ്യക്തികൾക്ക് അറിയാൻ പറ്റും അൽക്കൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, സംതിങ് റോങ്. ചിലപ്പോൾ നിങ്ങളത് എല്ലാവരോടും അത് പറയാൻ വേണ്ടിയിട്ട് വെന്റിലേറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ തയ്യാറാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് ആരോട് മാത്രമേ ഷെയർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു അഷയമായിട്ട് നിങ്ങളത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾ വൺസ് ഒരു റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യുള്ളൂ നിങ്ങൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും ഒരു പക്ഷേ ഒരു സൈക്യാട്രിസ്റ്റിനെ സജസ്റ്റ് ചെയ്യും. അതർവൈസ് നിങ്ങളെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരാളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തുടക്കത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പല കേസുകളും അപ്പം മടിച്ചിരുന്നു, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ തന്നെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അതിൻ്റെ ഒരു എക്സ്ട്രീം അവസ്ഥയിലെത്തുമ്പോഴാണ് ഒരു ഡോക്ടറെ അടുത്ത് എത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം, ഇപ്പോൾ നിങ്ങളെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ അങ്കിളോ നിങ്ങളെ ആരെങ്കിലും വേറെ ആരെങ്കിലും റിലേറ്റീവ്സോ കസിൻസോ ആരെങ്കിലും കുറച്ചൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വീട്ടിൽ വന്നിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഒക്കെ തരും. അതിന് തെറ്റൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ നമ്മൾ വീട്ടിലൊരാളുണ്ടാവുമ്പോൾ തുറന്നു പറയാൻ പ്രയാസം, അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഒരു പകുതിയായിട്ട് ഹാഫായിട്ട് അവിടെ കിടക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആകുകൊണ്ടും നിങ്ങളെ സൊല്യൂഷൻസ് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ് പിന്നെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് തീരെ വയ്യാതാവുമ്പോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവരായിട്ടൊരു റേപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തന്നെ വളരെ പ്രയാസമാണ്. കാരണം നിങ്ങൾ പറയാൻ ഓൾറെഡി ഞാൻ എല്ലാവരോടും പറഞ്ഞ് മടുത്തു, ഇപ്പോൾ ഇയാൾക്ക് എന്താ ചോദിക്കാനുള്ളത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ, ആ റേപ്പോ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുള്ളൂ. ഈ സൈക്യാട്രിയിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹിസ്റ്ററി. ഹിസ്റ്ററി വളരെ ക്ലിയർ ആയിരിക്കണം. ഹിസ്റ്ററി ഇങ്ങനെ കറക്റ്റ് പ്രോപ്പർ ഹിസ്റ്ററി കിട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡയഗ്നോസിസ് ടിപ്പ് ഓഫ് ടങ്ങിൽ വരും. അതാണ് ഹിസ്റ്ററി പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ ചിലതിനൊക്കെ ഒബ്സർവേഷന് വേണ്ടി വരും. കാരണം നമുക്ക് പെട്ടെന്ന് എല്ലാ ഹിസ്റ്ററികളും കിട്ടിക്കോണമെന്നില്ല. കാരണം നിങ്ങളെ പഴയ ഹിസ്റ്ററികളും എന്തെങ്കിലുമൊക്കെ ആയിട്ട് തുടക്കത്തിലാണ് അത് ആവശ്യം. അതിനുശേഷം കണ്ടിന്യൂറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പം എങ്ങനെയുണ്ട് എന്തൊക്കെയുണ്ട് അത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ സൈക്യാട്രിനെ പറ്റിയിട്ട് ആളുകൾക്കുള്ള മിത്താണ് ഏറ്റവും കൂടുതൽ. ഇപ്പോഴും തെറ്റിദ്ധാരണകൾ ഭയങ്കര കൂടുതലാണ്, മെന്റൽ സ്റ്റിഗ്മ കൂടുതലാണ്. മറ്റ് എല്ലാ രോഗത്തിനെയും അംഗീകരിക്കുകയാണെങ്കിലും സൈക്യാട്രിക് മാനസിക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഒരു പ്രയാസമാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ ടി വിയിലാണെങ്കിലും മറ്റുള്ള ഡിജിറ്റൽ മാർക്കറ്റിലൊക്കെ കാണുമ്പോൾ ഒരു സൈക്യാട്രിക് പേഷ്യൻസിനെ ചിത്രീകരിക്കുമ്പോൾ മിക്കവാറും ഒരു ഭ്രാന്തായിട്ടുള്ള ഒരാളെയാണ് കാണിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻപ്രോപ്പർ ആയിട്ട് ഡ്രസ്സ് ചെയ്ത ഒരാൾ, ഒരു കീറിയ ഡ്രസ്സ്, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇപ്പൊ പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കീറിയ ഡ്രസ്സൊക്കെ കുറച്ച് ഫാഷൻ ആവുന്ന പറയാം. മനസ്സിലായി? പണ്ടൊക്കെ ഞാനിപ്പോൾ ആലോചിക്കും, ചിലപ്പോൾ ഞാൻ തന്നെ അറിയാതെ അങ്ങനെ ചിരിച്ചു പോകാറുണ്ട്. ചിലപ്പോൾ ദുബായിനെ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, ഇവിടെ ഖത്തറിൽ കുറച്ച് കുറവാന്ന് തോന്നുന്നു, ദുബായിലൊക്കെ പോകുമ്പോൾ ജീൻസിന്റെ ഒക്കെ ഏതാനും ഭാഗങ്ങളൊക്കെ കീറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പണ്ട് നമുക്ക് ചെറിയൊരു സ്റ്റിച്ച് വിടുകയാണെങ്കിൽ പോലും വീട്ടിലേക്ക് എത്തുന്ന കാര്യം ആലോചിച്ചിരിക്കുന്നത്, അത് പൊത്തിപ്പിടിച്ച് ഒരു ബട്ടൺ പോയിട്ടുണ്ടെങ്കിൽ അത് ഇതാരെങ്കിലും കാണുമോ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നൊരു വിഷയമല്ല. ആളുകൾ അവർ കുറച്ചുകൂടി മോഡേൺ ആയി ചിന്തിക്കുന്ന രീതിയിലാണ്. ഓരോ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു പിക്ചറൈസേഷൻ ആളുകളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടാവാം ഒരുപക്ഷെ ഈ മെന്റൽ സ്റ്റിഗ്മ. പിന്നെ അത് മാറില്ല, അങ്ങനെ കുറെ തെറ്റിദ്ധാരണയാണ്. ഇത് മരുന്ന് കഴിച്ചാൽ പിന്നെ ജീവിതകാലം കഴിക്കണം, മെന്റൽ ഇൽനെസ് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറില്ല, പിന്നെ ഭയങ്കര മരുന്നുകളൊക്കെ കഴിച്ചാൽ ഭയങ്കര സെഡേറ്റീവ്സ് ആണ്, മയങ്ങിക്കിടക്കുകയാണ്, ഡിപ്പെൻഡൻ്റ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവയർനെസ്സിലൂടെ മാത്രം മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നാലും മുൻകാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡോക്ടർ ഈ പറഞ്ഞ ഈ സാഹചര്യങ്ങളും ഈ എക്സാമ്പിൾസ് ഒക്കെ വിരൽ ചൂണ്ടുന്ന ഒരേ ഒരു കാര്യത്തിലേക്കാണ്, അതായത് അവയർനെസ്സിനുള്ളത്. ഡോക്ടർ എന്തുകൊണ്ടാണ് ഇപ്പം ഇത്ര വർഷമായിട്ടും ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്, ഇറ്റ്സ് ഓൾവേസ് ബീൻ എ ഹോട്ട് ടോപ്പിക്, ഓൾ ആർ ട്രൈങ് ടു ക്രിയേറ്റ് എൻ അവയർനെസ്, ഈവൻ നമ്മൾ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും NGOയുടെ സൈഡിൽ നിന്നാണെങ്കിലും എവ്രി വൺ ഈസ് ട്രൈങ് ടു ക്രിയേറ്റ് എൻ അവയർനെസ്. ബട്ട് യെറ്റ് എങ്കിൽ പോലും ആ ഒരു സ്റ്റിഗ്മ മാറില്ല. അത് എന്തുകൊണ്ടാണ് ഡോക്ടർ? വാട്ട് യു തിങ്ക് ദ റീസൺ ഇസ്? അത് നമ്മൾ പലപ്പോഴും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാത്തതുണ്ട്. ഇപ്പം നിങ്ങളെ വീട്ടിൽ അങ്ങനെ ഒരു പിക്ചർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പാരൻസ് ചിലപ്പോൾ അതിനെ എഗ്രി ചെയ്യും, കാരണം നിങ്ങൾ അവരുടെ മകളാണ്. പക്ഷെ നിങ്ങളെ ഇൻലോസ്, നിങ്ങൾക്കൊരു മാരേജ് ചെയ്ത് വേറെ സീറ്റ് പോകുമ്പോൾ ആ വീട്ടുകാർക്ക് ചിലപ്പോൾ അതിനെ അംഗീകരിക്കാൻ പ്രയാസം. ബിക്കോസ് അവരുടെ മൈൻഡിൽ കിടക്കുന്നത്
ഈ മാനസിക രോഗമൊക്കെ വന്നു കഴിഞ്ഞ് ഇനി അത് മാറുമെന്ന് അറിയില്ല, എൻ്റെ മകൻ്റെ ഭാവി നഷ്ടപ്പെടും, ഫ്യൂച്ചർ നഷ്ടപ്പെടും, ഇങ്ങനെയൊക്കെയുള്ളൊരു കാൽക്കുലേഷനാണ്. ശരിക്കും വേണ്ടത് ഒരു ഫിസിക്കൽ കംപ്ലൈൻറ്റ് പോലെ തന്നെ ഒരു അസുഖമായിട്ട് കാണാൻ. മാനസിക രോഗത്തിന്, മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നത്തിനെയാണ് നമ്മൾ മാനസിക രോഗം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. പക്ഷെ അത് ഇപ്പോൾ ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ആളുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അത് നിലനിൽക്കുന്നു എന്ന് മാത്രം. ഡോക്ടർ, ഇപ്പം മെന്റൽ ഇൽനെസ്സും മെന്റൽ വെൽനെസ്സും ഇത് രണ്ടും ഡോക്ടർ എങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ടത്? മെന്റൽ ഇൽനെസ് ഉണ്ടാകുമ്പോൾ മെന്റൽ വെൽനെസ് വരില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ, ഞാൻ ഭയങ്കരമായിട്ട് വർക്ക് സ്ട്രെസ്സും പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളോട് കാണിക്കുന്നില്ലെങ്കിലും സർട്ടൻ എക്സ്റ്റെൻഡ് അത് എൻ്റെ വർക്കിലും എല്ലാ കാര്യത്തിലും റിഫ്ലക്റ്റ് ചെയ്യും സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ഉറക്ക് നഷ്ടപ്പെടുകയാണ്, ഉറക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ ഉള്ള ഒരു പ്ലസന്റ് ആക്ടിവിറ്റീസ് തന്നെ ഇല്ലാതാവും, ആരാണെങ്കിലും ഹെഡേക്കും പരിപാടിക്ക്. അപ്പോൾ അത് ഞാൻ മാക്സിമം സപ്രസ് ചെയ്യാൻ നോക്കും. പക്ഷെ അതിനൊരു എക്സ്റ്റെൻഡ് ഉണ്ട്, അത് കഴിഞ്ഞാൽ അത് പുറത്തോട്ട് ചാടും. അതുപോലെ എനിക്കിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ എനിക്ക് എൻ്റെ കൊളീഗ്സിനായിട്ട് ആരായിട്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. ആ ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങൾ ഇവിടുന്ന് പേയ്മെൻ്റ് ഒക്കെ നന്നായി തരുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ആ വ്യക്തിനെ ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുക, അതിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റൽ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ആ സന്തോഷം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. പക്ഷേ ഒരു എക്സ്റ്റെൻഡ് കഴിഞ്ഞാൽ അതൊക്കെ പുറത്തോട്ട് ബേസ്റ്റ് ഔട്ട് ആവും, കാണിക്കും. അപ്പോൾ പിന്നെ എല്ലാവരും പിടിച്ചു കൊണ്ടുവരും. പക്ഷെ അതൊക്കെ ടൈം കുറച്ച് ഡിലേഡ് ആയിരിക്കും. അപ്പോൾ മുമ്പത്തെ കാലത്തെ പോലെയല്ല ഇപ്പോൾ മെന്റൽ ഇൽനെസ് ആർ ട്രീറ്റബിൾ ആൻഡ് ക്യൂറബിൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ സർട്ടൻ ചില അസുഖങ്ങൾ മാത്രം, ഇപ്പോൾ ചിത്തഭ്രമം എന്നൊക്കെ പറയും, മണിച്ചിത്രത്തായാലൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ശോഭനയുടെ റോളൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള തോട്ട് ഡിസ്റ്റർബൻസിനെ മെയിനായിട്ട് ബാധിക്കുന്ന അസുഖങ്ങളാണ് ചിത്തഭ്രമം, അത് സ്കിസോഫ്രീനിയ എന്നൊക്കെ പറയും. ഈ അസുഖങ്ങളൊക്കെയാണ് ചിലപ്പോൾ കുറച്ചു കാലം ദീർഘകാലം മരുന്ന് കഴിക്കേണ്ടി വരും. അല്ലാതെ മൂഡ് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഡിപ്രഷൻ, അതുപോലെ മാനിക് എപ്പിസോഡ്, പാനിക് ഡിസോർഡർ, ആൻസൈറ്റി ഡിസോർഡേഴ്സ്, ഇതൊക്കെയാണ് ഇവിടെ നമ്മളൊക്കെ ഗൾഫ് കൺട്രീസിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതൊക്കെ സുഖമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ആരെയും അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ സിമ്പിൾ മെഡിസിൻ കഴിക്കണമെന്നേ ഉള്ളൂ. ഭയങ്കര സെഡേറ്റീവ് മെഡിസിൻസ് ഒന്നുമില്ല. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. പിന്നെ മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് മെഡിസിൻസ് അവൈലബിൾ ഉള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങൾ കൂടുന്നതുകൊണ്ട് ന്യൂ മെഡിസിൻസ് ഇഷ്ടംപോലെ ഇറങ്ങുന്നു. അതുകൊണ്ട് തന്നെ വളരെ ലെസ് സൈഡ് എഫക്ട്സ് ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. ബട്ട് കമ്പാരിറ്റീവ്ലി ഇന്ത്യനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ GCC കൺട്രീസിൽ കുറച്ച് പ്രൈസ് വൈസ് കൂടുതലാണ്. അതിവിടെ കമ്പനീസ് കുറവായതുകൊണ്ടാണ്. ഇവിടെ അതിന് പെർമിഷൻ കിട്ടാൻ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. അതെ അതെ. അതോടൊപ്പം തന്നെ ഡോക്ടർ, ഇപ്പം 70% 70% ഡയഗ്നോസ്ഡ് അല്ല, മെന്റൽ ഇൽനെസ് GCC കൺട്രികളിൽ ഡയഗ്നോസ്ഡ് അല്ല. അപ്പം എനിക്ക് തോന്നുന്നു നാട്ടിലത്തെ പോലെ അല്ലെങ്കിൽ അത്രത്തോളം ആളുകൾക്ക് തുറന്നു പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. നമുക്ക് നാട്ടിലത്തെ ഹെൽപ്പ് ലൈൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതുപോലെയൊക്കെ സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇവിടെ ആ ഒരു ടെൻഡൻസി കൂടുതൽ. വാട്ട് യു തിങ്ക് ഓൺ ദാറ്റ്? ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഇതിന് കാരണമാകുമോ? നമ്മുടെ ക്ലൈമറ്റ്, ഫുഡ് അതൊരു കാരണമാണ്. പിന്നെ ഇവിടെ കൂടുതൽ മൾട്ടിപ്പിൾ കൺട്രീസിലുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈഫ് സ്റ്റൈലും ഇതൊക്കെ, ഇപ്പോൾ ഡിപ്രഷൻ തന്നെ നമ്മളെ ഒരു മലയാളീസ് പ്രസന്റ് ചെയ്യുന്നതും ഇവിടുത്തെ ആളുകൾ പ്രസന്റ് ചെയ്യുന്നതും വ്യത്യാസമാണ്. സംഭവം അതെ, ഡയഗ്നോസിസ് സെയിം ആണ്. മാത്രമല്ല ഞാൻ പറയുന്ന സൊല്യൂഷൻസും അവർ ഇംപ്രസ്ഡ് ആണെങ്കിൽ എൻ്റെ വേ ഓഫ് മെത്തേഡ് കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്യണം. ചിലവർക്കൊക്കെ കുറെ ടെസ്റ്റുകൾ ചെയ്യണം. ആ ടെസ്റ്റുകൾ ചെയ്താലേ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അല്ലാതെ ഡോക്ടർ എങ്ങനെ അത് കണ്ടുപിടിച്ചു, അവരതിനെ കൺവിൻസ്ഡ് അല്ല. പക്ഷെ നമ്മൾ മലയാളീസിനൊന്നും കൂടുതൽ ടെസ്റ്റുകളൊന്നും വേണ്ട, മരുന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി, അയാൾ നല്ല ഡോക്ടറാന്ന് പറയും. ഇവിടുത്തെ ആളുകൾ ആവശ്യമില്ലെങ്കിലും കുറെ ടെസ്റ്റുകളൊക്കെ ചിലപ്പോൾ എഴുതണം, എന്നിട്ടാണ് അയാൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം എത്രത്തോളം എഫക്ട് ചെയ്യും നമ്മുടെ മെന്റൽ ഹെൽത്തിൽ? ഡെഫിനറ്റ്ലി നമ്മളെ വീട്ടിൽ നിന്ന് വളർന്ന വളർച്ച നമ്മളെ കൾച്ചറിനെ എല്ലാം ബാധിക്കും, നമ്മളെ ടോളറബിലിറ്റി അതിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡെഫിനറ്റ്ലി നമ്മൾ റിഫ്ലക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ ഈ തറവാടിത്തം എന്നൊക്കെ പറയാറുണ്ട് ചില കാര്യങ്ങൾ. അതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ നമ്മൾ വേണ്ടാത്ത യൂസേജുകളൊക്കെ ഇവിടെ ഇപ്പോൾ വൾഗർ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊന്നും അറിയാഞ്ഞിട്ടാണോ? അറിയാഞ്ഞിട്ടല്ല, നമുക്കിതൊക്കെ അറിയാം. പക്ഷെ നമ്മളെ കൺട്രോൾ ചെയ്യാണ്, നമ്മൾ സെൽഫ് കൺട്രോൾ ചെയ്യാണ്. നമ്മളെ സാഹചര്യങ്ങൾ, നമ്മളിപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നു, നമ്മളെ സ്റ്റാറ്റസ്, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ വളർന്നു കൊണ്ടതിൽ ഡെഫിനറ്റ്ലി വീടിന് റോളുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ പഠിച്ചത് ആ സ്റ്റാൻഡേർഡ് ഡെഫിനറ്റ്ലി നമ്മൾ റിഫ്ലക്ട് ചെയ്യുക. എസ്പെഷ്യലി യങ് ഏജിൽ ഏറ്റവും കൂടുതൽ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉള്ളത് നമ്മൾ അബ്സോർബ് ചെയ്യുന്ന സമയമാണ്. ആ സമയത്താണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ചെറിയ കുട്ടികൾ, ഒരു 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടികൾ, ചില കുട്ടികൾ ചില ബാഡ് വേർഡ്സ് യൂസ് ചെയ്യും. അത്
മൃഗങ്ങളെ പേരുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പേരുകൾ. അവർക്ക് അതിന്റെ മീനിങ് ഒന്നും അറിഞ്ഞിട്ടല്ല. വേണമെങ്കിൽ നമുക്ക് ലിറ്ററലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പട്ടി എന്ന് വിളിക്കുന്നത് അതിനെന്തെങ്കിലും റോങ് മീനിങ് ഉണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ ഒരു മീനിങ്ങിലാണ് നമ്മൾ കാണുന്നതെന്ന് കുട്ടിക്കാർ ശരിക്കും മീനിങ് മനസ്സിലായിട്ടല്ല. പക്ഷേ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടി അതാ വിളിക്കുക. എന്തിനാ വെച്ചാൽ അമ്മയുടെ അറ്റൻഷൻ കിട്ടാൻ, ഉമ്മയുടെ അറ്റൻഷൻ കിട്ടാൻ. ഒരുപക്ഷെ അങ്ങനെ ചെയ്താലേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. ഷൗട്ട് ചെയ്യുന്നത്, പെട്ടെന്ന് കരച്ചിൽ. ഈ കരച്ചിൽ എന്താ വെച്ചാൽ കരഞ്ഞാലേ ഇവിടെ കാര്യം നടക്കുള്ളൂ എന്ന് അവർ സാധിച്ചുകൊണ്ട് കരയാണ്. അപ്പൊ നിർത്താൻ പറഞ്ഞാലും കരയും, കണ്ടിന്യൂസ് കരഞ്ഞുകൊണ്ടേയിരിക്കും, ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യില്ല, നമ്മൾ വേറെ സംസാരത്തിൽ എൻഗേജ്ഡ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പഠിക്കുന്നതും വളർന്നു വരുന്നതും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിന്നാണ്. അപ്പൊ അത് ഡെഫിനറ്റ്ലി നമ്മളെ റിഫ്ലക്ട് ചെയ്യും, നമ്മളെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യും. ആ കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ നമ്മളെ ഇപ്പോഴത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ നല്ല എന്തായാലും ഡെഫിനറ്റ്ലി നമുക്കൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു നല്ല ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു നിങ്ങളെ കസിൻസ് ആണെങ്കിലും ആരെങ്കിലും ഒരു നല്ലൊരാൾ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാണ്. എന്താ വെച്ചാൽ നിങ്ങൾ പ്രോബ്ലംസ് ഒന്ന് ഷെയർ ചെയ്യും. ഈവൻ യുവർ ഫീലിങ്സ് ആണ്, വെന്റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ഫീലിങ്സ്. നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ കുറച്ചൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. ഇപ്പം എനിക്കൊരു ദേഷ്യം വന്നു, ഞാൻ നിങ്ങളോട് ആൾക്കാരോട് കുറച്ച് ദേഷ്യപ്പെട്ട പറഞ്ഞു. ചിലപ്പോൾ ആ ദേഷ്യത്തോടെ എൻ്റെ പ്രശ്നം സപ്രസ്സായി തീർന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ നിങ്ങളോട് സോറി പറയും, സോറി കേട്ടോ അന്ന് കുറച്ചത് കഴിയുമ്പോൾ എനിക്ക് അപ്പം അങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി പോയി, എനിക്കത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തല്ല, നിങ്ങളിങ്ങനെ റെസ്പോണ്ട് ചെയ്തു, കഴിഞ്ഞ് തീർന്നു. മനസ്സിലായി? അല്ലാതെ നമ്മൾ സപ്രസ് ചെയ്തിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ സംസാരം കുറവുള്ള ആളുകളെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനത്തെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പിന്നെ ആരെങ്കിലും ഒരു കുടുംബത്തിലാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കുറേ നല്ലതായിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ പാർട്ട്നേഴ്സ് ചിലവരിപ്പോൾ ഇവിടെയൊക്കെ GCC കൺട്രീസിലാണെങ്കിൽ ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നാട്ടിലെവിടെയെങ്കിലായിരിക്കും അല്ലെങ്കിൽ വേറെ കൺട്രീസിലെവിടെയും വർക്ക് ചെയ്യായിരിക്കും. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ജോലിയുടെ ഡിസിപ്ലിനും കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസിനെ പറ്റിയിട്ടൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബ്രോഡായിട്ട് ഐഡിയയെങ്കിലും കൊടുക്കണം. പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സാക്ട്ലി നമ്മൾ കൺവേ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ എക്സാജറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇമാജിനേഷൻ കൂട്ടി അവർ വലിയ സംഭവമായിട്ട്, അല്ലെങ്കിൽ നമ്മളെ മലയാളികൾക്ക് വേണമെങ്കിൽ പറയാൻ ചെറിയ തോതിലൊരു ജാട കൂടുതലുള്ള ആൾക്കാരെ നമ്മളത് വലുതാക്കി പറയും ഭയങ്കരമായിട്ട്. അപ്പോൾ അവരത് മനസ്സിലിങ്ങനെ വെച്ചിരുന്ന് പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നിങ്ങളോടിപ്പോൾ ഞാനൊരു ക്യാഷ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് പറയാം ഇയാൾ എനിക്ക് തരാൻ തയ്യാറല്ലാത്തതാണ്. സത്യത്തിൽ ഇയാൾ കുറച്ച് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞത് നല്ലൊരു എമൗണ്ട് ഇയാൾക്ക് സാലറി കിട്ടുന്നുണ്ടാണ്, അപ്പോൾ ഇയാൾക്ക് ഇപ്പം എന്തത്ര ചിലവ്, ഇയാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവരോടും നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞറിയിക്കണം എന്നല്ല, കുറച്ച്. അതുപോലെ ഇപ്പോൾ ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കല്യാണ പ്രപ്പോസലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ നിന്ന് മറുവശത്ത് ചോദിക്കുന്ന ചോദ്യമാണ് എന്തുണ്ട് സാലറി. ഒരു വെറും ചോദ്യം ചോദിക്കും. അപ്പോൾ പറയും അതൊക്കെ 4 അക്കം 5 അക്കം സാലറി ഒക്കെ ഉണ്ട് എന്ന് പറയും. പിന്നെ ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഫാമിലിനെ കൊണ്ടുപോകാൻ ഒരു പ്രശ്നമില്ല. ശരിക്കും അദ്ദേഹത്തിന് ചിലപ്പോൾ ഇവിടെ ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടാവില്ല. അത് ഇല്ലാതെ വരുമ്പോൾ ആദ്യത്തിൽ കുറച്ച് കാലം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആ ചോദ്യം തുടങ്ങും. അപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യണം. അപ്പോൾ ഉള്ള കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് നിങ്ങൾ ആദ്യം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എന്താ പറയുക നമ്മൾ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അതൊക്കെ ഒരു ആളിക്കത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, അത് വളരെയധികം ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ഉറപ്പായിട്ട് അറ്റ്ലീസ്റ്റ് സർട്ടൻ നമ്മളെ ക്ലോസ് സർക്കിളിൽ. ഡോക്ടർ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുണ്ടായി നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും വിദ്യാഭ്യാസത്തിനെ കുറിച്ചും. അപ്പം നമ്മുടെ കരിക്കുലം അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക്സിലൊക്കെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് കുറച്ചുകൂടെ ഒരു കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കുറച്ചുകൂടെ ബോധവൽക്കരണം അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക്സിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഇൻവോൾവ് ആയിരിക്കണം എന്ന് തോന്നിയിട്ടില്ലേ ഡോക്ടറിന്? തീർച്ചയായിട്ടും അതിപ്പോൾ ചില സ്കൂളുകളൊക്കെ മിക്ക സ്കൂളുകൾ ഇപ്പോൾ നാട്ടിലൊക്കെ തന്നെ കൗൺസിലേഴ്സ് ഉണ്ട്. കാരണം അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ കേൾക്കാനുമായിട്ട് കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോയിട്ടാണ് നമ്മൾ പറയുന്നത്. കൗൺസിലേഴ്സ് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബേസിക്കലി ഇനീഷ്യലി അവരോട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് ഒരു കൺസൾട്ടൻറ്റിൻ്റെ സഹായം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കൂടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ അബ്യൂസിങ്ങും പല പ്രശ്നങ്ങളും പലതും ഡിസ്ക്ലോസ് ചെയ്യാതെ അവർ മൈൻഡ് സപ്രസ് ചെയ്തിരിക്കുന്നുണ്ടാവും. എസ്പെഷ്യലി ഇതിന് മറ്റൊരു ഫാക്ടർ എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സെക്ഷൽ അബ്യൂസൊക്കെ കുട്ടികളിൽ ധാരാളം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സംഭവിക്കുന്നുണ്ട്. അത് പക്ഷേ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ മടിക്കുന്നതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ അത് അവരുടെ അടുത്ത റിലേറ്റീവ്സ് തന്നെ ഉള്ളൊരു ഇതായിരിക്കും. അപ്പോൾ അത് പറഞ്ഞാലും പ്രശ്നം. കാരണം എൻ്റെ വീട്ടിലെല്ലാവരും ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ വ്യക്തികളൊക്കെ. ഇത് ഞാൻ പറഞ്ഞാൽ എങ്ങനെ എൻ്റെ വീട്ടുകാർക്ക് അത് എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ അതിനെടുക്കും, ആ റിലേഷൻഷിപ്പ് എങ്ങനെ തകരുമല്ലേ, ഇതൊക്കെ ചിന്തിച്ചിട്ടും ഞാൻ പറയാതിരിക്കും. എന്നാൽ ഞാൻ വീട്ടിൽ പോകുമ്പോൾ മുഴുവൻ കാണുന്നത് ആ വ്യക്തിത്വങ്ങളെയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്, അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായിട്ടും നടിച്ചിരിക്കുമ്പോഴൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്കൂൾ കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരടുത്ത് ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ അവരത് വേണ്ട മാതിരി എടുത്തിട്ട് അത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെ ഹെൽപ്പ് തേടണമെന്ന് പാരൻസിനെ മറ്റും ആരെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ഞങ്ങളുടെ ചെത്താറൊക്കെ ഉണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇപ്പോൾ
ക്രിസ്ത്യാനിറ്റിയിൽ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രീ മെരിറ്റൽ കൗൺസിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പല ആളുകൾക്കും പല കാര്യങ്ങളും അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചോദിക്കാനും ആളുകൾക്ക് ഒരു കോംപ്ലക്സ് ആണ്. ചോദിച്ചാൽ എനിക്കൊരു വിവരമില്ലാത്ത ആളെ തോന്നുന്നു എന്ന് വെച്ചിട്ട് പറയില്ല. അപ്പൊ പിന്നെ ഈ ആരെങ്കിലും ആളുകളുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ വേണ്ടാത്ത നല്ല സൈറ്റ്സ് നിന്നൊക്കെ ആയിരിക്കും ഓരോന്ന് കിട്ടുന്നത്. അതിൽ ചിലപ്പോൾ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അത് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഞങ്ങൾ ധാരാളം കാണാറുണ്ട്. ഡോക്ടർ, നമ്മളിപ്പം കുട്ടികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത് ഹൗ സീവിയർ ഇറ്റ് ഈസ് ആൻഡ് അതിന്റെ ഭവിഷ്യത്ത് എത്ര നാൾ വരെ കാണും നമ്മൾ? യു ക്യാരി ദ ബേർഡൻ ഓഫ് എ ചൈൽഡ്ഹുഡ് ട്രോമ അൺടിൽ യുവർ ഗ്രേവ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ ഉള്ളതാണ്. ഡെഫിനറ്റ്ലി ചൈൽഡ്ഹുഡ് ട്രോമ വളരെയധികം അവരുടെ ഫ്യൂച്ചറിൽ ബാധിക്കും. ചില കേസുകൾ പിന്നെ അതങ്ങനെ അങ്ങോട്ട് നോർമൽ ലൈഫിൽ അങ്ങ് അറിയാതെ പോകും. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും അവർക്ക് വല്ല ആൻസൈറ്റിയോ ടെൻഷനോ ഡിപ്രഷൻ്റെ പാട്ടൊക്കെ വരികയാണെങ്കിൽ ഈ പഴയ കാര്യങ്ങൾ തേട്ടി വരും. അപ്പോൾ പഴയ കാര്യങ്ങൾ റിക്കലക്ഷൻ വന്നിട്ട് പറയും. ഇന്നും എൻ്റെ അടുത്ത് വന്ന കേസുകളിലൊക്കെ പല കേസുകളും ശരിക്കും അതിനത്ര ഒരു ഇമ്പോർട്ടൻസ് ഞാൻ അപ്പം കൊടുക്കുന്നില്ലെങ്കിലും പക്ഷെ അവരതൊക്കെ എടുത്ത് പറയുന്നുണ്ട്. കാരണം ആ റോളൊന്നും ഇപ്പോൾ വലിയ റോളില്ല. പക്ഷെ അവർക്കത് ഫീൽ ചെയ്യാണ്. മേ ബി ബിക്കോസ് അത്രയും കൊല്ലം മുമ്പ് എനിക്ക് അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൂടി കാരണമായേക്കാം എന്നുള്ള അവർക്ക് തോന്നുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തരം ഡിപ്രഷനെ പോലത്തെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ പുറത്തോട്ട് പഴയ ഓർമ്മകൾ റിക്കലക്ട് ചെയ്ത് വരും. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അത് കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളെപ്പോലെ ഇപ്പോൾ വയനാട്ടിലൊക്കെ ഇപ്പോൾ ഒരു ദുരന്തമൊക്കെ ഉണ്ടായല്ലോ, അതിലൊക്കെ വിക്ടിം ആയിട്ടുള്ള ആളുകളുണ്ട്, കുറേ വിക്ടിംസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, ആൻസൈറ്റി ഡിസോർഡർ ഉണ്ട്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അപ്പോൾ അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ടല്ല സ്ട്രെസ് വരിക, PTSD എന്ന് പറയും. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ്, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട്. കാരണം അവരെ ഒറ്റപ്പെട്ട ആളുകൾ, വേണ്ടപ്പെട്ട ആളുകൾ, നിങ്ങൾ സിബ്ലിങ് അതങ്ങ് ഇല്ലാതായി പോവാണ്. ഒരാളുടെ കൈയില്ല, കാലില്ല, ഇങ്ങനത്തെ ഒക്കെ പിക്ചറൈസേഷൻ നിങ്ങൾ മുന്നിൽ നിങ്ങൾ സ്വന്തപ്പെട്ട ഒരേ ബ്ലഡ് റിലേഷനിലുള്ള ആളുകൾ അതിലേക്ക് സംഭവിക്കുമ്പോൾ അപ്പം നിങ്ങൾ ആ ക്രൗഡിലും ആളുകളുടെ എല്ലാവരുടെയും വരവും വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അതിലെങ്ങനെ ഒരു മരവിച്ചു പോകും, മനസ്സ് മരവിച്ചു പോയിട്ട് വല്ലാതെ റെസ്പോണ്ട് ചെയ്യാതെ പോകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോർമാലിറ്റിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ ഓടി വന്ന് നിങ്ങളോട് നല്ല രീതിയിൽ സൗഹൃദപരമായിട്ട് പെരുമാറിയിരുന്നത് നിങ്ങളെ വേണ്ടപ്പെട്ട ഒഴിഞ്ഞു പോയവരും ഇല്ലാതായവരൊക്കെ ഓർമ്മ വരുമ്പോൾ വീണ്ടും വിഷമം. അതും വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളൊക്കെ ആകുമ്പോൾ, ഈവൻ വലിയ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പം നിങ്ങളോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സുകൾ പെട്ടെന്ന് അവരുടെ ലോസ് പറഞ്ഞാൽ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ വരും. അപ്പോൾ അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ റിയാലിറ്റിയോട് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് കറക്റ്റ് ചെയ്യണം. എന്നിരുന്നാലും ചിലർക്ക് ഉറപ്പൊക്കെ നഷ്ടപ്പെടും, ചിലപ്പോൾ ഞെട്ടലൊക്കെ വന്നിട്ട് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ചെറിയൊരു മെഡിക്കേഷൻ സപ്പോർട്ട് ഇനീഷ്യലി കൊടുക്കും. ഗ്രാജുവലി പിന്നെ അത് ടേപ്പർ ചെയ്തിട്ട് നമ്മൾ അങ്ങ് നിർത്താറാണ് പതിവ്. ഡോക്ടർ, എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് വിഷമവും വിഷാദവും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് സാഡ് ആൻഡ് ഡിപ്രഷൻ. ഇത് രണ്ടും നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? സാഡ് എന്ന് പറഞ്ഞാൽ വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് വലിയൊരു പ്രശ്നമില്ലാതെ നമ്മളങ്ങ് പോവും, ഓൺ ആൻഡ് ഓഫ് ആണ്. പക്ഷെ അത് ഡിപ്രഷനിലേക്ക് വരണമെങ്കിൽ 15 ദിവസം അത് മിനിമം 15 ഡേയ്സ് ആ സാഡ്നെസ് നിലനിൽക്കണം. ഇപ്പം നിങ്ങൾക്കൊരു ന്യൂസ് കേൾക്കുമ്പോൾ, ഒരു ബാഡ് ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചില വിഷമങ്ങളുണ്ടാവും. നമ്മൾ നിങ്ങളുടെ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ ആരുടെങ്കിലും റിസൾട്ടോ, ഈവൻ ഒരു റിസൾട്ട് വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് കിട്ടാത്തപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ വേണ്ടത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് കിട്ടാത്തപ്പോൾ നമുക്കുണ്ടാവും. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഡേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കോപ്പപ്പ് ചെയ്ത് പോകും. അതുമാതിരി പല പ്രശ്നങ്ങളും, ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ആ പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടിക്കൊണ്ട് നിങ്ങളെ മൈൻഡിൽ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും തെറ്റി വന്നുകൊണ്ടിരിക്കുക. അത് നിങ്ങളെ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ജോലിയിലൊക്കെ ബാധിച്ചു തുടങ്ങുക. അങ്ങനെ ഒരു 15 ഡേയ്സ്, മിനിമം 15 ഡേയ്സ് അത്തരം സാഡ്നെസ്, ഇൻറ്റൻസ് സാഡ്നെസ് നിലനിൽക്കുകയാണെങ്കിലാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുള്ളൂ. അതർവൈസ് ഡിപ്രസ്ഡ് മൂഡിനെ പറയുള്ളൂ. ഡിപ്രസ്ഡ് മൂഡ് ആർക്കും വരാം, അതെപ്പോഴും വരും പോവും. പക്ഷെ ഡിപ്രഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ മിനിമം 2 വീക്സ് ഡ്യൂറേഷൻ ആ സിംറ്റംസ് പെർസിസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ ആ ഡിപ്രഷൻ്റെ കൂടെയുള്ള കോർ സിംറ്റംസ് ആണ് മേജർ ആയിട്ടുള്ള ഒന്നാണ് സാഡ്നെസ് മൂഡ്. അതോടൊപ്പം തന്നെ വിശപ്പുണ്ടെന്ന് വെച്ചാൽ വിശപ്പുണ്ട്, പക്ഷെ കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ കരച്ചിൽ വരുന്നു, ചെറിയ കാര്യങ്ങൾക്ക് തന്നെ കരച്ചിൽ വരുന്നു. ഉറക്കം കിട്ടുന്നില്ല, ചിലവർക്ക് ഉറക്കം കിട്ടാൻ വൈകുന്നു, അൺവാണ്ടഡ് തോട്ട്സ് ആണ്, വേണ്ടാത്ത ചിന്തകൾ വന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. ചിലവർക്ക് ഉറക്കം കിട്ടും, പക്ഷെ ഏർലി മോർണിംഗ് അവേക്കനിങ്, പിന്നെ ഉറക്കം കിട്ടി 4 മണിക്ക് എണീച്ചു, പിന്നെ ഉറങ്ങിയിട്ടില്ല, പിന്നെ കണ്ണ് തുറന്ന് കിടക്കുകയാണ്. പിന്നെ അതിൻ്റെ എഫക്റ്റ് വരുന്നത് രാവിലെ എണീച്ച് കഴിഞ്ഞ ശേഷമാണ് തലവേദനയൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകും. പിന്നെ എക്സ്ട്രീം ടയർഡ്നെസ്, ഭയങ്കരമായിട്ട് ക്ഷീണം വരും. പിന്നെ ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്.
പിന്നെ സൂയിസൈഡൽ തോട്ട്സ്, സിവിയർ ഡിപ്രഷൻ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സൂയിസൈഡൽ തോട്ട്സ് വരും. ഇനി ജീവിതം വേണ്ട, മടുത്തു, എനിക്ക് ഇനി ആർക്കും എന്നെ കൊണ്ട് എല്ലാവർക്കും ഒരു ഭാരമാവുകയാണ്, ഞാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് വരിക. അപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവും. ആ സമയത്താണ് നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തുന്നത്. അപ്പോൾ പിന്നെ ആ മെഡിസിൻ കറക്റ്റ് ചെയ്ത് വരണം. ഇതിനൊക്കെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ തലച്ചോറിലുള്ള സെറട്ടോണിൻ എന്ന് പറഞ്ഞ കെമിക്കലിന് വ്യത്യാസം വരുമ്പോഴാണ് ഗാബ, എപ്പിനെഫ്രിൻ, ഡോപ്പമിൻ ഇങ്ങനെയുള്ള കെമിക്കൽ ഇംബാലൻസ് വരുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ, മൂഡ് ഡിസോർഡേഴ്സ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ള ചില മെഡിസിൻസ് ആണ് നമ്മൾ തരുന്നത്. യൂഷ്വലി 3 to 4 weeks എങ്കിലും വെയിറ്റ് ചെയ്യണം എന്നാണ് പറയാം ഒരു മെഡിസിൻ കഴിച്ചാൽ. ഒരിക്കലും ഒരു മെഡിസിൻ കഴിച്ച് നാളെ തന്നെ നിങ്ങൾ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ഒരു 1 week ഒക്കെ കഴിയുമ്പോൾ കുറച്ച് കുറഞ്ഞ് അത് 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ പറയും ഇപ്പോൾ കുഴപ്പമില്ല, കംഫർട്ടബിൾ ആണ് പറയും. അങ്ങനെ ആയി വരണം. ഇപ്പം ടു കൺക്ലൂഡ്, ഡോക്ടർ വാട്ട് ആർ ദ ടിപ്സ് ദാറ്റ് യു സജസ്റ്റ്? അതായത് ഒരു നല്ലൊരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വെൽനെസ് ഉള്ള ഒരു മൈൻഡ്, സൗണ്ട് മൈൻഡ്. ഏറ്റവും മാനസിക പ്രശ്നങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. നമ്മൾക്ക് റോൾ മോഡലായിട്ട് പണ്ടത്തെ നമ്മളെ രാഷ്ട്രപതിയൊക്കെ അബ്ദുൽ കലാം ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ വേണിച്ച് ഡ്രീം ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഡ്രീം നല്ലതാണ്, പക്ഷേ നമ്മളെപ്പോഴും 1 നിന്ന് 10 എത്താൻ എളുപ്പവഴികൾ നോക്കുമ്പോഴാണ് ഈ പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നത്. 1 1 2 3 4 സ്റ്റെപ്പ് കയറിയിട്ട് തന്നെ വേണം 10th എത്താൻ. 1 2 ചെയ്തിട്ട് പിന്നെ ബൈപ്പാസ് ചെയ്തിട്ട് 10 എത്താൻ നോക്കുമ്പോൾ എവിടെയെങ്കിലും സ്റ്റെപ്പ് വീഴും. അപ്പോൾ അതിന് എക്സ്പെക്റ്റേഷനിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കുക, നമ്മളെവിടെയാണ്, നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, നമ്മളെ ബാക്ക്ഗ്രൗണ്ട്, നമ്മളെ ജോലി, ഇതിനെ പറ്റിയിട്ട്, നമ്മുടെ കുടുംബ പശ്ചാത്തലം, ഇതിനെ പറ്റി ധാരണ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഞാൻ വേറൊരു ഡോക്ടർ കളിക്കുന്ന മാതിരി കളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന മാതിരി പ്രവർത്തിച്ചാൽ ചിലപ്പോൾ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ റോൾ മോഡൽസ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അത് കൂടി ചിന്തിക്കണം. നമുക്കനുസരിച്ചുള്ള ഒരു പ്രവർത്തിയാക്കണം. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട, നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ കണ്ടെത്തിയിട്ട് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മളെ ലൈഫ് പാർട്ട്നേഴ്സിനോടാണെങ്കിലും എക്സാക്ട്ലി ചില പിക്ചറുകൾ നമ്മൾ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മളെ ലിമിറ്റേഷൻസും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും അത് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച് അവരെ പറയിപ്പിക്കാതെ, അവരോട് പറയാതെ നമ്മൾ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുമ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ കൂടുമ്പോഴും നമുക്ക് പലതും ചില ഫ്രസ്ട്രേഷൻസ് ഒക്കെ വരും. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് എപ്പോഴും ഒരു ഇൻട്രാക്ഷൻ, ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ദൂരത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കിപ്പോൾ വീഡിയോ കോളും മറ്റുള്ള പല മാർഗങ്ങളുണ്ട്, പല രീതിയിലൂടെ നമുക്ക് അവരായിട്ട് ബന്ധപ്പെടാൻ പറ്റും. പിന്നെ അവരുടെ ടീച്ചേഴ്സിനെ, കുട്ടികളൊക്കെ ആണെങ്കിൽ കുട്ടികൾ ടീച്ചേഴ്സിനായിട്ടും അവരുടെ ഫ്രണ്ട്സിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് കുറച്ച് ചോദിക്കാം. ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസിലാണെങ്കിൽ നമ്മൾ നിയറസ്റ്റ് ആയിട്ട് ആളുണ്ട്, എൻ്റെ പപ്പ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവരിൽ വരുത്തണം. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആ തരത്തിൽ അങ്ങനെ ആ ഒരു ടച്ച് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ റീസെൻ്റ് ഡോക്ടറിൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ട്. അതായത് കുട്ടികളുടെ അഡിക്ഷൻ ടു ഗാഡ്ജറ്റ്സ് ആൻഡ് അവരുടെ ഇൻഫ്ലുവൻസ്, ഗെയിമിലൂടെയൊക്കെ കുട്ടികളുടെ ഡെവലപ്മെന്റിലേക്ക് വരുന്ന ഇൻഫ്ലുവൻസിനെ കുറിച്ച്. സോ വാട്ട് ഡു യു തിങ്ക്, അത് എത്രത്തോളം അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്നു കുട്ടികളുടെ ഗ്രോത്തിൽ, മെന്റൽ ഗ്രോത്തിൽ? തീർച്ചയായും ഈ കുട്ടികൾ ഇതിലേക്ക് എത്താൻ ഒരു കാരണം ഇപ്പോൾ ഈ കോവിഡിന് ശേഷം കുറച്ച് കൂടി. കോവിഡ് എത്തിയപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും പെർമിഷൻ കൊടുത്തു. ഈവൻ ടീച്ചേഴ്സ് വരെ എല്ലാവരും മിനിമം ഒരു ഇത് ഇല്ലാത്തിട്ട്, ഇൻസ്ട്രുമെന്റ് ഇല്ലാത്ത ഫോണോ ടാബോ വേണം നിർബന്ധമായിട്ട്. അപ്പോൾ ഏത് വീട്ടിലും അത് വാങ്ങാൻ നിർബന്ധമായി. അവരെങ്ങനെങ്കിലും ആരുടെങ്കിലും ഫിനാൻഷ്യലി കടം വാങ്ങിയിട്ടാണെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് LKG മുതൽ തന്നെ ഇത് ഉപയോഗിച്ചതുകൊണ്ട് അവർക്ക് നമ്മളെക്കാട്ടിലും കൂടുതൽ നോളജ് ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ പല വീട്ടിലും അമ്മമാർ ചിലപ്പോൾ വിദ്യാഭ്യാസം കുറവുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് അറിയില്ല ഇതെങ്ങനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അവരെ ഹൈഡ് ചെയ്യാൻ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത്തരം സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ചെറുപ്പത്തിലൊക്കെ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുമ്പോൾ TV-യുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഒരു കാർട്ടൂൺ കാണിച്ചു കൊടുക്കും. അതാണ് എന്നാലേ കുട്ടി ഭക്ഷണം കഴിക്കുള്ളൂ എന്നാണ്. പക്ഷെ അതിനൊക്കെ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ചില കാണുന്നതും നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിന് ചില നെഗറ്റീവ് എഫക്റ്റ് വരാറുണ്ട്. ഇപ്പോൾ കാർട്ടൂണിലൊക്കെ ഒരു കഥാപാത്രം ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചാടുന്നു, 5 നിമിഷം കൊണ്ട് എണീച്ച് വരുന്നു. അത് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് കുട്ടി വലിയൊരു ബിൽഡിങ്ങിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചില കുട്ടികൾ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു കഥാപാത്രത്തിനെ ഒരു അടുത്ത എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്തിട്ട് അടിക്കുന്നു, പിന്നെ അയാൾ എണീച്ച് വരുന്നു. ആ കാര്യങ്ങളൊക്കെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇങ്ങനത്തെ തിരിച്ചറിയാനുള്ള പ്രയാസമൊക്കെ ഉണ്ടാവും 5 വയസ്സ് 6 വയസ്സുള്ള അല്ലെങ്കിൽ 4 വയസ്സുള്ള കുട്ടികൾ. അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇതിനൊരു അഡിക്ഷൻ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ ഞങ്ങളെപ്പോലത്തെ സൈക്യാട്രിസ്റ്റ് പറയാം, നമ്മളെ വീട്ടിലൊക്കെ നിർബന്ധമായിട്ടുണ്ടെങ്കിൽ ഈ മോണിറ്റർ ഒക്കെ വെക്കുമ്പോൾ
ഒരു ഓപ്പൺ സ്ഥലത്തായിരിക്കണം വെക്കേണ്ടതെന്നാണ് പറയാം. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് റൂമിൽ പോയി അടച്ചിട്ട് റൂമിൽ ഇരുന്നിട്ട് ഇത് പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. അപ്പോൾ നമ്മൾ ഹാളിലോ മറ്റിടത്ത് വെക്കണം. അപ്പോൾ നമ്മൾ പാസേജിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവരെപ്പോഴും ഒരു ഇൻറ്ററപ്റ്റഡ് ആയിരിക്കും. ഇത് ഇത്തരം വേണ്ടാത്ത എന്തെങ്കിലും സൈറ്റിലേക്കോ വേറെ എന്തെങ്കിലും ഗെയിമോ അഡിക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു അഡിക്ഷനാണ്. ലഹരികളെ പോലെ തന്നെ ഒരു അഡിക്ഷനായി മാറും. അതില്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ ഒറ്റൊരു ചോദ്യം കൂടെ ചോദിച്ചത്, ലാസ്റ്റ് ചോദ്യം. പോസ്റ്റ് പാൻഡമിക്, അതായത് നമ്മുടെ കൊറോണയ്ക്ക് ശേഷം ആളുകളുടെ മെന്റൽ ഹെൽത്ത് രണ്ട് രീതിയിലും വ്യാഖ്യാനങ്ങളുണ്ട്. അതായത് ഡിപ്രഷനിലേക്ക് പോയ കുറേ പേരുണ്ട്, മറ്റു ചിലർക്ക് അത് വളരെ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. സോ പോസ്റ്റ് പാൻഡമിക് വാട്ട് വാസ് ദ എഫക്ട് ഓൺ മെന്റൽ സ്റ്റെബിലിറ്റി ഓഫ് പീപ്പിൾ, അതിനെ കുറിച്ച് എന്താ പറയുക? ഡെഫിനറ്റ്ലി ഈ പാൻഡമിക്കിന് ശേഷം കുറേ ആൾക്കാർ ഡിപ്രസ്ഡ് ആയവർ കുറേ പേരൊക്കെ സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം അപ്പോൾ അവർക്ക് റെസിസ്റ്റൻസ് ഉള്ളവർക്ക്, പ്രതിരോധ ശക്തി ഉള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. വളരെ ആൻഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആളുകൾ, ഒരു ഡിപ്രഷൻ്റെ വക്കിലെത്തിയിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങി ഇങ്ങനെ കയറി വരുന്ന സമയത്ത് എന്നാൽ ഫുൾ ഫോമിൽ എത്തിയിട്ടുമില്ല, ആ അവസ്ഥയിലൊക്കെ കോവിഡ് വന്നപ്പോൾ പറ്റ ഡൗൺ ആയവർക്കൊക്കെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ വരുന്നത്. പക്ഷേ ചില ആളുകളൊക്കെ അതിനെ ഓവർകം ചെയ്ത് നേരിടാനുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷനൊക്കെ നിൽക്കുന്നു ആളുകൾ. ഇലക്ഷന് നിൽക്കുമ്പോൾ ഏതെങ്കിലും ആളുകൾ ഞാൻ തോക്കുമെന്ന് പറയും. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അയാളെ പാർട്ടിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, എങ്കിൽ പോലും അയാൾ പറയാൻ എന്താണ് ഞാൻ ജയിക്കും, നമുക്ക് ചാൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ ഉള്ള ആൾക്കാരും വോട്ട് തരത്തില്ല. എന്നാലും അങ്ങനെ തോറ്റ ആളുകളും പിന്നെയും അടുത്ത വർഷം വീണ്ടും ഇലക്ഷൻ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്കൊരു വളരെ അപ്പം ചില മെന്റാലിറ്റിയാണ് അതിന് റെസിസ്റ്റ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട്. പക്ഷെ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ആകെ ചിന്തിച്ച് ഡൗൺ ആയിട്ട് ഡൗൺ ആയി പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ ഈ പാൻഡമിക്കിന് ശേഷം വളരെയധികം അത്ര ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പിന്നെ രണ്ടാമത് പിക്കപ്പായി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴും നാട്ടിലും ഇവിടെയൊക്കെ കോവിഡുകളുണ്ട്. പക്ഷേ മുമ്പത്തെ അത്ര രൂക്ഷമല്ല. കാരണം അന്ന് പെട്ടെന്ന് വന്നപ്പോൾ നമ്മൾ അതിനെ ഫേസ് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കുന്നില്ല. പിന്നെ അതിന് മെഡിസിൻസ് ഒക്കെ കുറെ കണ്ടെത്തി, വാക്സിൻസ് ഒക്കെ കണ്ടെത്തി. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ക്ലോസിംഗ് നോട്ട് പോലെ ഡോക്ടർക്ക് എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാൻ താല്പര്യപ്പെടുന്നത് മെന്റൽ ഹെൽത്തിനെ കുറിച്ച്, വെൽനെസ് ഓഫ് മൈൻഡിനെ കുറിച്ച്? മാനസിക രോഗങ്ങളെ മറ്റുള്ള രോഗങ്ങളെ പോലെ തന്നെ ഒരു സാധാരണ രോഗമായിട്ട് കാണാം. ഇത് വേറെ ഒരു തരംതിരിച്ച് ഒരു അയിത്തം പോലെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. മരുന്ന് കഴിച്ചാൽ മാറ്റിയെടുക്കാനും സാധാരണ നിലയിലേക്ക് എത്തിപ്പെടാനും കഴിയുന്ന ഒരു രോഗം തന്നെയാണ് മാനസിക രോഗം. വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഇത്തരം വലിയ വലിയ അസുഖങ്ങൾക്കൊക്കെ ഉള്ള ആളുകളുണ്ട്. അവരൊക്കെ ചെറിയൊരു മെഡിക്കേഷൻ കഴിച്ചിട്ടാണെങ്കിലും ഒരു ഭംഗിയായി അവർ ജോലി ചെയ്യുന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെസ് സൈഡ് എഫക്ട്സ് ആയിട്ടുള്ള മെഡിസിൻസ് ഇപ്പോൾ ധാരാളം അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നീട്ടി വെക്കാതെ ഉടനെ തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ പോയി കണ്ടിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറയാം. അവർ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ട് നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ, ട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കണ്ടിന്യൂ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് അതിലൊരു കൺവിൻസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാം. ഒന്നോ രണ്ടോ ആൾക്കാരുടെ സെക്കൻഡ് ഒപ്പീനിയൻ തേടിയിട്ട് നിങ്ങൾ ഫൈനലൈസ് ചെയ്താലും മതി. പക്ഷേ ഡിസിഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നീട്ടിക്കൊണ്ടുപോയിട്ട് വേഴ്സ് ആക്കരുത്, നമ്മളെ ഭാവി നഷ്ടപ്പെടുത്തരുത്. ആൻഡ് ഡോക്ടർ കൂടുതൽ സംശയങ്ങൾക്ക് ഡോക്ടറിൻ്റെ ബുക്കുണ്ട്, മൈൻഡ് മാറ്റേഴ്സ്. സോ യു ക്യാൻ ലുക്ക് ഇൻ ടു ദാറ്റ് ആസ് വെൽ. ആൻഡ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം. വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കൂടുതൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും ഡിപ്രഷനെ കുറിച്ചും ട്രോമനെ കുറിച്ചും എവറിത്തിങ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു മൈൻഡ്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ അധികം കൂടുതൽ സംസാരങ്ങളും ചോദ്യവും ഉത്തരങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ കമൻറ്റ് ബോക്സിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാൻ മടിയുള്ളവർക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൽക്കാ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, നിങ്ങൾക്ക് ഇഫ് യു ഹാവ് കൺസേൺ, എന്തെങ്കിലും നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ കമൻറ്റ് ചെയ്യൂ. സോ വരുന്ന എപ്പിസോഡിൽ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയായിട്ട് ഡോക്ടർ വരുന്നതായിരിക്കും. സോ വിത്ത് ദാറ്റ് വി ആർ സൈനിങ് ഓഫ്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. മൈക്രോ ഹെൽത്ത് ടോക്സ് ഫോർ പ്രീഷ്യസ് ലൈഫ്.